ഞാനും കരിയർ ഗ്യാപ്പ് വന്ന് ഒരു പ്ലസ് ടു കഴിഞ്ഞപ്പോ തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ കൊറോണയായി. അങ്ങനെ പഠിപ്പൊക്കെ മുടങ്ങി. ഇനി ഒരിക്കലും എനിക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. എന്നെ കല്യാണം കഴിപ്പിച്ചത് ഒരു ഓർത്തഡോക്സ് ഫാമിലിയിലേക്കായിരുന്നു. അപ്പോ ഒരു കോളേജിൽ പോവുക പഠിക്കുക എന്നുള്ളതൊക്കെ ഒരു സ്വപ്നം മാത്രമായിരിക്കും എന്നാ ഞാൻ വിചാരിച്ചത്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഇഗ്നോന്റെ ലേൺ വൈസിന്റെ ആഡ് കാണുന്നതും പെട്ടെന്നൊരു എടുത്തുചാട്ടത്തിന് ഞാന് എന്റെ എന്റെ മാത്രം എന്റെ മാത്രം നിർബന്ധത്തിന് ഞാൻ ജോയിൻ ചെയ്തതൊക്കെയാണ്. അപ്പോ പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ തന്നെ വിചാരിച്ചത്. തുടക്കത്തിലൊക്കെ നല്ല നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാൻ ലൈവ് ക്ലാസ്സിന് കേൾക്കുക, പിന്നെ ആപ്പിൽ കയറി ക്ലാസ് കേൾക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. കാരണം എനിക്ക് ഒരു മോളുണ്ട്, ആള് സ്കൂളിൽ പഠിക്കുന്നുണ്ട്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈമൊക്കെ കിട്ടിയിരുന്നു. ആ ടൈമില് ക്ലാസ് കേൾക്കാനും നോട്ട്സ് എഴുതാനും പറ്റിയിരുന്നു. പിന്നെ അവളുടെ സ്കൂളിൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് തീരെ പറ്റിയിരുന്നില്ല. തീരെ ക്ലാസ് കേൾക്കാനും പഠിക്കാനും ഒന്നിനും പറ്റിയിരുന്നില്ല. അങ്ങനെയാണ് പിന്നെ അസൈൻമെന്റിന്റെ ടൈം വന്നത്. അസൈൻമെന്റ് ഒക്കെ എഴുതുമ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷം പേന പിടിക്കുമ്പോഴും എഴുതുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം, അത് ഭയങ്കരായിരുന്നു. രാത്രിയൊക്കെ ഉറക്കമൊഴിച്ചിരുന്ന് എങ്ങനെയെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു വാശിയിലൊക്കെ ഇരുന്ന് ഫുള്ളൊരു 1 മന്ത് ഉറങ്ങിയിട്ടേ ഇല്ല. കാരണം പകല് മുഴുവൻ നമുക്ക് ജോലിയാണ്, തിരക്കാണ്, എങ്ങനെങ്കിലൊക്കെ ഇത് മുഴുവനാക്കണല്ലോ. അപ്പൊ രാത്രിയാണ് ഫുള്ള് ഇരുന്ന് എഴുതിയിരുന്നത്. അതിനൊക്കെ എനിക്ക് കോൺഫിഡൻസ് തന്നത് മെന്ററാണ്. ആഴ്ചയിൽ വിളിക്കുന്നു, ചോദിക്കുന്നു എവിടെ എത്തി. നമ്മൾ അസൈൻമെന്റ് എഴുതണം എന്നുണ്ട്, പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനൊക്കെ ഒരു കോൺഫിഡൻസ് കിട്ടിയത് ഈ മെന്റർ വിളിക്കുമ്പോ മാത്രമാണ്. അപ്പോഴാ ആലോചിക്കുന്നത്, എഴുതിയില്ലല്ലോ, എഴുതണല്ലോ. ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ലേൺ വൈസ് ആപ്പിലൂടെ നമ്മൾ ഇഗ്നോന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തത്. അത്രയും ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്.